ചില ആരംഭങ്ങളുടെ പ്രവൃത്തി ദൈവം ചെയ്തെടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഒന്നുകൂടെ ദൈവാത്മാവ് തരുന്നത് പറയാം. ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത, ആരും അനുഭവിച്ചിട്ടില്ലാത്ത, ആർക്കും സംഭവിച്ചിട്ടില്ലാത്ത ഒരു വിടുതൽ യേശുവിന്റെ നാമത്തിൽ. ഒന്നുകൂടെ പറയുന്നു, ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത, ആരും അനുഭവിച്ചിട്ടില്ലാത്ത, ആർക്കും സംഭവിച്ചിട്ടില്ലാത്ത ഒരു വിടുതൽ. പ്രാർത്ഥനാ ഗോപുരത്തിന് മുമ്പിൽ അപ്പോസ്തലന്മാരിൽ കൂടെ സ്വർഗത്തിലെ ദൈവം നടത്തിയെങ്കിൽ ഇന്ന് പകൽ അത് നിനക്ക് വെളിപ്പെടുകയാ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിനക്കത് വെളിപ്പെട്ടു വരികയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഫ്രഷായുള്ള ചില വിടുതലുകൾ നടക്കും. നിന്റെ ദേശത്ത് ആരും അനുഭവിച്ചിട്ടില്ലാത്ത ഒരാദ്യത്തെ ചരിത്രം നിന്നിൽ കൂടെ വെളിപ്പെടുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ കുലത്തിൽ ആരും അനുഭവിച്ചിട്ടില്ലാത്ത ആദ്യത്തെ വെളിപ്പെടുത്തൽ നിന്റെ കുടുംബത്തിൽ സംഭവിക്കുമെന്ന്, ആദ്യത്തെ ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിൽ സംഭവിക്കുമെന്ന് എത്ര പേർ ഈ പകൽ വിശ്വസിക്കുന്നു? നിന്റെ കൂടെ പഠിച്ചവർക്കില്ലാത്ത, നിന്റെ കൂടെ ജോലി ചെയ്തവർക്കില്ലാത്ത ആദ്യത്തെ ദൈവപ്രവൃത്തി, ആദ്യത്തെ ദൈവപ്രവൃത്തി, ആദ്യത്തെ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് അയച്ച് ഇന്ന് പകൽ ചെയ്തെടുക്കാൻ പോകുകയാ. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അത് സംഭവിക്കുകയാ. ഓ ജീസസ്, hallelujah, 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 hallelujah. ഇതങ്ങ് വെളിപ്പാടങ്ങ് ഏറ്റെടുക്കണം കേട്ടോ. അകത്തേക്ക് അങ്ങ് ചെല്ലണം. ഇത് രക്തബന്ധത്തിൽ ആർക്കും കിട്ടാത്ത ആദ്യത്തെ വിടുതൽ നിനക്ക് കിട്ടുമെന്ന്. പിതാക്കന്മാർ അനുഭവിച്ചിട്ടില്ലാത്ത, തലമുറകൾ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മാവിന്റെ ചില പ്രവൃത്തി നിനക്ക് വെളിപ്പെട്ടു വരുമെന്ന്. ഒന്നുകൂടെ പറയുകയാണ്, ആത്മാവ് ഒന്നുകൂടെ പറയുകയാണ്, ആർക്കും ഇതുവരെയും സ്പർശിച്ചിട്ടില്ലാത്ത, ആർക്കും ഇതുവരെയും അനുഭവിക്കാൻ കഴിയാത്ത, ആർക്കും ഇതുവരെയും അനുഭവിക്കാൻ കഴിയാത്ത ചില ആത്മസ്പർശനം, ചില ആത്മസ്പർശനം, ചില ആത്മസ്പർശനം ദൈവത്തിന്റെ തൊടിയിൽ, ദൈവത്തിന്റെ തൊടിയിൽ. ഒന്നുകൂടെ കിടത്തി പറയാം, പരിശുദ്ധാത്മാവിന്റെ അഭിസ്പർശനം ഇന്ന് പകൽ, ഇന്ന് പകൽ ഇതിന്റെ അകത്ത് വെളിപ്പെട്ട് വരികയാ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. നിന്നെ കുറിച്ചുള്ള പലരുടെയും കാഴ്ചപ്പാടുകളെ, നിന്റെ തലമുറയെക്കുറിച്ചുള്ള പലരുടെയും കാഴ്ചപ്പാടുകളെ, നിന്റെ ഭാവിയെക്കുറിച്ചുള്ള പലരുടെയും കാഴ്ചപ്പാടുകളെ മാറ്റുന്ന സ്പർശനം, മാറ്റുന്ന സ്പർശനം, മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഇന്ന് പകൽ നിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനമേൽ വെളിപ്പെടുകയാണ്. ഇന്ന് പകൽ പലരുടെയും കാഴ്ചപ്പാടുകൾ നിന്നെ കുറിച്ച് വിരുദ്ധമായി നിൽക്കുമ്പോ, ഇന്ന് പകൽ പലരുടെയും കാഴ്ചപ്പാടുകളുടെ മതിലുകളെ തകർക്കുന്ന, മതിലുകളെ തകർക്കുന്ന, പലരുടെയും നിന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുടെ മതിലുകളെ തകർക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ അത് വെളിപ്പെടുകയാ. ചലിക്കുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുകയാ. ചലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുകയാ. യേശുവിന്റെ നാമത്തിലെ പകൽ ഞങ്ങൾ ഒന്നിച്ച് ജയമേറ്റെടുക്കുകയാ.
ഓ ജീസസ്, നിന്റെ ദേശത്തിന് നിന്നെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. നിന്റെ രക്തബന്ധത്തിന് നിന്നെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. നിന്റെ സഹോദരങ്ങൾക്ക് നിന്നെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. നിന്റെ കൂടെ സഞ്ചരിക്കുന്ന നിന്റെ സ്നേഹിതർക്ക് നിന്നെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. നിന്റെ ഭാരം ചുമക്കുന്നവർക്ക് നിന്നെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ എരുകോ മതിലുകളെ ഈ പകൽ ആത്മസന്ദർശനമയച്ച് തകർക്കുന്ന പകൽക്കാലമാണ് യേശുവിന്റെ നാമത്തിൽ. ആ കാഴ്ചപ്പാടിന്റെ എരുകോ ബൗണ്ടറികളെ കർത്താവ് ഇന്ന് പകൽ തകർക്കുകയാണ്. ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. കാഴ്ചപ്പാടുകൾ മാറട്ടെ, പൈശാചിക കാഴ്ചപ്പാടുകൾ മാറട്ടെ, മാനുഷിക കാഴ്ചപ്പാടുകൾ മാറട്ടെ, ബുദ്ധിയുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ. ഇന്ന് പകൽ ആത്മാവിന്റെ സ്പർശനം വെളിപ്പെട്ട് പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കേണ്ട പ്രവർത്തികൾ ജീവിതങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാ. യെസ്, ദാവീദിനെ കുറിച്ച് പറഞ്ഞ് ആത്മാവെന്ന് തൊട്ടതുകൊണ്ട് പറഞ്ഞു വരികയാ. ദാവീദിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? ലോകത്തിനുള്ള കാഴ്ചപ്പാട്, വീട്ടിലുള്ള കാഴ്ചപ്പാട്, സഹോദരന്മാർക്കുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? അവൻ ആടുകളെ മേയിച്ച് ഒരാത്മീയനായിട്ട് അവൻ്റെ ജീവിതം ഇങ്ങനെ നയിച്ച് പോകും. നല്ലൊരു ചെറുക്കനാന്ന് പറയും, നല്ല ആത്മീയനാന്ന് പറയും. ഹല്ലേലൂയ. മാത്രമല്ല അവൻ്റെ മേലെ ഒരു അഭിഷേകമൊക്കെ ഉണ്ട് കേട്ടോ. ആട്ടുംകുട്ടിയെ പിടിക്കാൻ കരടിയും സിംഹം വന്നപ്പോ അതിനെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ പിന്തുടർന്ന് പോയി അതിൻ്റെ വായിൽ നിന്ന് അവനെ വിടുവിക്കാനുള്ള ബലമൊക്കെയുള്ള നല്ലൊരു ചെറുക്കനാന്ന് പറയും. പക്ഷേ സ്വർഗത്തിൻ്റെ കാഴ്ചപ്പാട് അതല്ല. അവനൊരു സിംഹാസനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇങ്ങനെ കയറി പറയാ, ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയും ഒന്നിച്ച് ഭരിക്കുന്ന ഒരു ഭരണാധികാരിയായി, ഒന്നിച്ച് ഭരിക്കുന്ന ഒരു ഭരണാധികാരിയായ ഒരു കാഴ്ചപ്പാടാ സ്വർഗത്തിനുള്ളത്. ഒരു കാഴ്ചപ്പാടാ സ്വർഗത്തിനുള്ളത്. Praise the Lord. Praise the Lord. Praise the Lord. ഞാൻ ചിന്തിക്കുകയാണ്, ഈ ദാവീദിനെ അറിയപ്പെടുന്ന ഇശായിയുടെ മകൻ എന്നായിരുന്നു അല്ലേ? ദാവീദിനെ അറിയപ്പെടുന്ന ഇശായിയുടെ മകൻ. ആടുകളെ മേയിക്കുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും താൻ പോകുമ്പോഴും ചെയ്യുമ്പോഴും എല്ലാ ആളുകളും അതാരാ, അവന് ആ ചെറുക്കനേതാ അല്ലെങ്കിൽ ആ കുഞ്ഞേതാ, അത് ഇശായിയുടെ മകനാ കേട്ടോ. പക്ഷേ കാലങ്ങൾ മാറി. യേശുവിന്റെ നാമത്തിൽ കാലങ്ങൾ മാറി കേട്ടോ, സമയങ്ങൾ മാറി. ദാവീദിനെ സിംഹാസനത്തിൽ ഇരുത്തുമ്പോൾ പറയുന്നത്, ഓ ദാവീദിന്റെ അപ്പനാഥ, ദാവീദിന്റെ അപ്പൻ ഇശായിയാ. ഇശായിയുടെ മകനെന്നുള്ള ലേബലം മാറ്റി വചനം പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ഒരുവൻ വരും.